പ്രൈസ് ലോർഡ്. പ്രീഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും. പ്രീഷ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്ഥ വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രി കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്ത് നീ ഇറങ്ങി വന്നൊരു അത്ഭുതം ചെയ്യണമേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു അത്ഭുതം ചെയ്യണമേ. ആമേൻ. എൻ്റെ ഭാവിയുടെ മേൽ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ആമേൻ ഒരു തൊഴിൽ മേഖലയുടെ മേൽ, ആമേൻ, അങ്ങനെ കരയുന്ന, ആമേൻ, മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, മക്കളുടെ തൊഴിലിനെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, നല്ല ജീവിതങ്ങളെ ഓർത്ത്, ആമേൻ, അനുസരണം കെട്ട മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ യാചിക്കുമെങ്കിൽ, ആമേൻ, തലമുറകളുടെ മേൽ വെല്ലുവിളിക്കുന്ന ബന്ധനങ്ങൾ, തലമുറകളുടെ മേൽ ആധിപത്യം പറയുന്ന കെട്ടുകൾ, ചൂടബല ഹതനഘടക ശബ്ദനാരകൾ പ്രൗഢവന അധുനഘടക ശബ്ദനാരകൾ പ്രൗഢവന ദ്വീപലഘടക ഷൈഡാരകന ദ്വീപൽ പ്രൗഢപരിഗതനഘടക സിയന്തന റിഖാനഘടക സിയാംതേനെ ദ്വീപൽ പ്രൗഢ ശംതാരകന വൈഡപരഗതന ദ്വീപൽ പ്രൗഢപരഗതനഘടക യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടുകൾ പൊട്ടട്ടെ, ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചൂടബല ഹതനഘടക സിയാംതനെ അൽഗന ബൗഡാറി ഖാനഘടക സിയാംതേനെ ദ്വീപൽ പ്രൗഢ ശംതാരകന വൈഡപരഗതന ദ്വീപലഘടക സിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ. തലമുറകളുടെ മേൽ ഒരു വലിയ വിടുതൽ ഈ അമ്മ ഇന്ന് രാത്രി കർത്താവ് ചെയ്യുവാൻ പോകുന്നു. അവൻ ഒത്തിരി നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന അവൻ തലമുറയെ ഓർത്തുള്ള അവൻ വേദനകൾ, ഭാരങ്ങൾ, അവൻ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന അവൻ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് പ്രശ്നങ്ങൾക്കകത്ത് അവൻ കേസുകളിലും അടിപിടികളിൽ മീഡിയേറ്ററായി നിൽക്കുന്ന മാതാപിതാക്കൾ ഇനി വയ്യ, സഹിക്കുവാൻ വയ്യ, പ്രശ്നങ്ങൾ കൊണ്ട് ഇനി സഹിക്കുവാൻ വയ്യ, മക്കളെ കൊണ്ട് ഗതികെട്ടു, അവൻ ഇനി എന്ത് ചെയ്യും, പകച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ, ജീവിതം കണ്ട് അവൻ പ്രതീക്ഷകൾ അസ്തമിച്ച് പകച്ചു നിൽക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ കരയുമെങ്കിൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസലോ. നമ്മുടെ തലമുറ ലോകത്തിൽ വഴുതി വീഴുവാൻ അവൻ അനുവദിക്കത്തില്ല. പാപത്തിൽ കിടക്കുന്ന മക്കളെ ഓർത്ത് വേദനപ്പെടുന്നോ, ഇരുളിൽ തപ്പി നടക്കുന്ന മക്കളെ ഓർത്ത് കരയുന്നോ, ആ ഇരുളിൽ കിടക്കുന്ന മക്കൾ വെളിച്ചത്തിലേക്ക് വരുവാൻ പോകുന്നു. വിശ്വസ്തതയുള്ള തലമുറകളെ ദൈവ ഈ ദിവസങ്ങൾ ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ചായിരുന്നാട്ടെ. ഇരുളടഞ്ഞ തലമുറകളുടെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ വഴികളിലും അധർമ്മത്തിലും ലോകത്തിന്റെ വഴികളിലും ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന തലമുറകളെ സ്വർഗം ഈ ദിവസങ്ങൾ പിടിക്കുവാൻ പോകുന്നു. മക്കളുടെ സ്നേഹം അറിയുവാൻ കഴിയാതവണ്ണം, മക്കളുടെ സ്നേഹം പ്രാപിക്കുവാൻ കഴിയാതവണ്ണം കണ്ണുനീരിലും വേദനയിലുമായിരിക്കുന്ന മാതാപിതാക്കൾ അമ്മ എന്നുള്ള ഒരു വിളിക്ക് വേണ്ടി, അപ്പ എന്നുള്ള ഒരു വിളിക്ക് വേണ്ടി ഒത്തിരി നാളുകൾ കൊണ്ട് കൊതിച്ചിരിക്കുന്ന ഒരു ഫോൺ കോളിന് വേണ്ടി, മക്കളുടെ സ്നേഹത്തോടെയുള്ള കരുതൽ വേണ്ടി ഇന്ന് രാത്രി അടഞ്ഞുപോയ സ്നേഹത്തിന്റെ കലവറകളെ, സ്നേഹത്തിന്റെ ബന്ധങ്ങളെ, അറ്റുപോയ സ്നേഹത്തിന്റെ കണ്ണുകളെ കർത്താവ് ചേർത്ത് പിടിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് പ്രേക്ഷക ഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്നിമൂടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. കുറച്ചു പേരൊക്കെ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട്. കൂടാതെ ഈ മാസം നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ 7 ദിവസങ്ങളിലാണ്. 25 തീയതി മുതൽ 31 തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട 7 ദിവസങ്ങളിൽ നടക്കുന്നു. നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ഒരു സഹോദരി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം താൻ പറയുവാനിടയായി ദൈവം തനിക്ക് ഒരു ഹൗസ് മെയ്ഡായിട്ട് വിദേശത്തേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നു. ദൈവം അനുവദിച്ചാൽ അതിന്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസം പ്രിയ സഹോദരി ഇവിടെ നിന്ന് കയറുവാൻ പോകുന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവപ്രവൃത്തി കർത്താവ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, ജൂഡബല ഹതനഘടകസിയ അൽഗൽ പ്രൗഢവന ദ്വീപലഘടക ശംതേരകനെ വൈഡ പ്രൗഢവന തലമുറയിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. തലമുറകളുടെ മേൽ ആധിപത്യം പറയുന്ന രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. യേശുവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. നീ നല്ലവനാണല്ലപ്പാ, നീ വിശ്വസ്തനാണല്ലപ്പാ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണല്ലോ യേശുപ്പാ. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിക്കണമേ അപ്പാ. അനുസരണം കെട്ട മക്കളെ ഓർത്ത് കരയുന്നവർ, മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളുടെ അടിമത്തത്തിലായിരിക്കുന്ന തലമുറകൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ ലഹരികളിലും സ്നേഹബന്ധങ്ങളിലും നൈറ്റ് ക്ലബ്ബുകളിലും ഒക്കെ കറങ്ങി നടക്കുന്ന തലമുറകൾ, ഹോസ്റ്റലിൽ വിളിച്ചാൽ അവിടെയില്ല, കൂട്ടുകാരോട് വിളിച്ചാൽ അവിടെയില്ല, ക്ലബ്ബുകളിലും ബാറുകളിലും കറങ്ങി നടക്കുന്ന തലമുറകൾ യേശുവേ
മാനസാന്തരപ്പെടണമേ. അമേൻ. അനുസരണം കേട്ട തലമുറകൾ മാനസാന്തരപ്പെടട്ടെ. വിടുതൽ തലമുറകൾക്കിടയിലേക്ക് വ്യാപിക്കട്ടെ. ജൂഡബല അതുനഘടകശി അംതനെ ദീപൽ പ്രൗഢവന ശംതന രകൽക്കടകശി. വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളപ്പ അവിടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ അപ്പ. യേശുവേ, തലമുറകളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണം. അവർ നന്നായി പഠിക്കട്ടെ പച്ച. പരീക്ഷകളുടെ ദിവസങ്ങളാണല്ലോ അപ്പ. നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ പച്ച. അവർ പഠിക്കുന്നത് ഓർമ്മയോടെ ഇരിക്കട്ടെ. എക്സാം അറ്റൻഡ് ചെയ്യട്ടെ പച്ച. നല്ല മാർക്കോടെ പാസ്സാകട്ടെ. തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് തലമുറകൾ പുറത്തു വരട്ടെ അപ്പാ. യേശുപ്പ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് തലമുറകൾ പുറത്തു വരട്ടെ അപ്പാ. യേശുവേ അപ്പാ, കൂട്ടുകെട്ടുകളിൽ കേസുകളിൽ അടിമപ്പെട്ടു പോയ തലമുറകൾ പുറത്തു വരട്ടെ അപ്പാ. തലമുറകളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കട്ടെ. നല്ല ഭാവിക്ക് വേണ്ടി കരയുന്ന അപ്പാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ഒരുക്കട്ടെ അപ്പാ. യേശുവെ, നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. യേശുവേ, സ്തോത്ര അപ്പാ. മക്കളുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു അവർക്ക് നല്ല തൊഴിൽ നൽകണമേ അപ്പാ. യേശുവേ, മക്കളുടെ ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുപ്പാ, തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി ഉണ്ടാകട്ടെ അപ്പാ. തലമുറകളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കട്ടെ. മക്കളുടെ നന്മകൾ അനുഭവിക്കട്ടെ. മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ പച്ച. മക്കൾ വാങ്ങുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ. മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ പച്ച. തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട സകല മാതാപിതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരുന്നു പിറകെ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥന ഷോ വാട്സ്ആപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക. ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് സെഷൻ കാക്കാമൂല പ്രേക്ഷക ഫാമിലി. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നെയ്യാറ്റിൻകര മരവള താന്നിമുടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിംഗ് 2 മീറ്റിംഗ് കൊണ്ട് കടന്നു വരിക. അനേകരോട് അറിയിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രേക്ഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.